ടിഫിൻ ബോക്സ് ബാഗിലായി പോയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാനിപ്പോ വരാൻ പപ്പി. സത്യം എങ്ങോട്ടാ? ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് നോക്കട്ടെ പപ്പി. കാടല്ലേ, പഴങ്ങൾ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. വേണ്ട സത്യ, എനിക്കൊന്നും വേണ്ട. സത്യ ഇവിടെ തന്നെ നിന്നാ മതി. അപ്പൊ പപ്പിക്ക് വിശക്കുന്നില്ല? അത് സാരമില്ല. സത്യ ഇവിടുന്ന് പോയാ ഞാൻ പേടിച്ച് ചത്തുപോകും. എനിക്ക് പേടിയാവുന്നു സത്യ. സത്യ, പപ്പി മോളെ, മോളെ, പപ്പി മോളെ, പപ്പി. ഈ വഴിയാണേ. പപ്പി മോളെ, പപ്പി, 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 സത്യ, പപ്പി, സത്യ മോളെ, മോളെ, മോളെ. ശ്രദ്ധിച്ചു വാ പപ്പി. പപ്പി ഓടിക്കോ. അയ്യോ, സത്യ വേഗം വാ. പപ്പി ഓടിക്കോ, ഞാൻ വന്നോളാം. സത്യ മോളെ, സത്യ മോളെ, പപ്പി. ശമേ, സൂക്ഷിച്ചു വാ. പപ്പി, പപ്പി മോളെ, പപ്പി. പപ്പി, സത്യ മോളെ, സത്യമോളെ. പപ്പി വേഗം വാ. ഇവിടെ ഇരിക്കി. മിണ്ടല്ലേ പപ്പി. പോയെന്ന് തോന്നുന്നു. വാ പപ്പി. സത്യ,
സത്യ മോളെ പപ്പി സത്യ. മാഡം, സൈബർ വിംഗ് നൽകുന്ന വിവരം അനുസരിച്ച് കുട്ടികൾ ഈ സ്പോട്ടിൽ നിന്നാണ് വിളിച്ചത്. ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും മാഡം. മോളെ സത്യ. സത്യമോളെ, സത്യമോളെ, സത്യമോളെ. സത്യമോളെ. രാമേട്ടൻ ഇല്ല, അവരിവിടുന്ന് പോയി. ഉണ്ടായിരുന്നെങ്കിൽ അവരോടിയെത്തിയെന്നെ നമുക്കടുത്തേക്ക്. അല്ല, ഇവിടുന്ന് ഇങ്ങോട്ടും പോകരുന്നല്ലേ മോൾ അവരോട് പറഞ്ഞത്? സിഗ്നൽ ശരിയല്ലാത്തോണ്ട് അവരത് കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. മാഡം, നീ നോക്ക്. എന്തെങ്കിലും കുഴപ്പമാവോ? കഞ്ചാവ് കൃഷിക്കാരും കള്ളത്തടി വെട്ടുകാരും കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്നവരും ഒക്കെ പുറത്തിറങ്ങുന്നത് രാത്രിയാ. ആ സമയം അവരുടെ മുന്നിൽ ചെന്ന് വെട്ടാം. പിന്നെ കാടിന് പുറത്തു പോവില്ല, ശവം പോലും. മാഡം, എനി ട്രേസ് ലതിക? നോ മാഡം, നോട്ട് അറ്റ്. ഇവിടെ ഇല്ലേ? മൊബൈൽ സിഗ്നൽ കിട്ടിയത് ഇവിടെ നിന്നായതുകൊണ്ടാണ് ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നത്. എനിവേ, നമുക്ക് മുന്നോട്ട് പോകാം. വി ആർ നോട്ട് സ്റ്റക്ക്. സത്യേ, സത്യേ. എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് പഴയ മരച്ചോട്ടിലേക്ക് പോവാം പപ്പി. സിഗ്നൽ വെച്ച് അമ്മ അങ്ങോട്ടല്ലേ അന്വേഷിച്ചു വരിക. എനിക്ക് പേടിയാ സത്യ. അവിടെ വെച്ചല്ലേ കരടിയെ കണ്ടത്. കരടി ഇനിയും വന്നാലോ? പിന്നെ നമ്മളിപ്പോ എന്താ ചെയ്യുക? ദേ കുറച്ചു ദൂരം വെളിച്ചം കാണുന്നുണ്ട് സത്യ. അവിടെ മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കില്ലേ? ചിലപ്പോ ഫോണില് സിഗ്നൽ കിട്ടാനും ചാൻസ് ഉണ്ട്. എന്നാ നമുക്ക് നടന്നു നോക്കാം പപ്പി. ബാ. സത്യേ, പപ്പി. മാഡം, മോളെ പപ്പി. മോളെ സത്യ. മാഡം, രാത്രി സമയമാണ്. മൃഗങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന സമയം. ഈ സമയത്ത് മനുഷ്യ ശബ്ദം അവരുടെ ശ്രദ്ധ ആകർഷിക്കും. ആക്രമിക്കാൻ മടിക്കില്ല. മാഡം, വന്യമൃഗങ്ങൾ നിർഭയം വിഹരിക്കുന്ന ഈ രാത്രി സമയത്ത് രണ്ട് ചെറിയ കുട്ടികൾ കൊടുങ്കാട്ടിൽ പെട്ടുപോയതിനെ പറ്റി റേഞ്ച് ഓഫീസർക്ക് എന്താ പറയാനുള്ളത്? സോറി മാഡം. മാഡത്തിന്റെ സേഫ്റ്റിയെ കരുതിയ ഞാൻ. എന്റെ കുട്ടികളാണ് ഓഫീസർ ഈ കാട്ടിനുള്ളിൽ പെട്ടിരിക്കുന്നത്. മാഡം, മാഡത്തിന്റെ ഒരു കുട്ടിയല്ലേ ഇവിടെ പെട്ടുപോയിരിക്കുന്നത്? എന്റെ മകൾ സത്യയുടെ ക്ലോസ് ഫ്രണ്ടാണ് ഓഫീസർ. രണ്ടാമത്തെ കുട്ടി പത്മിനി. എനിക്ക് എന്റെ മോളെ പോലെ തന്നെയാ. അവരെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യ. യെസ് മാം. സത്യ, മോളെ സത്യ. സത്യ,
മാഡം, എൻ്റെ മോളുടെ സത്യയുടെ ഹെയർ ബാൻഡ്. പാനിക് ആവാതിരിക്കും മാം. കുട്ടികൾ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ ഹെയർ ബാൻഡ് ഇവിടെ. കുട്ടികളല്ലേ മാം, എന്തെങ്കിലും കണ്ട് ഭയന്ന് ഓടിയിട്ടുണ്ടാവും. അതിനിടെ ഹെയർ ബാൻഡ് എവിടെയെങ്കിലും ഉടക്കിയിട്ടുണ്ടാവും. മാഡം, വന്യമൃഗങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ്. മാധവ്, സോറി മാം. മാഡം നടക്ക്. വരൂ മാഡം. സത്യേ, നിലത്തേക്ക് ടോർച്ച് നന്നായിട്ട് മിന്നിക്കണോ. പച്ചിലേക്കാൾ പാമ്പുകൾ കൂടുതലുള്ള സ്ഥലമാണ്. കടി കൊണ്ടാ പിന്നെ വിടത്തില്ല. ടോർച്ച് നേരെ അടിക്കും. സുഷേ, അപ്പിമോളെ. പഞ്ചാഗ്നി മധ്യത്തിലെ തപസ് പൂജാവിധികളിൽ കേട്ടുകേൾവിയേ ഉള്ളൂ. മുഴുമിപ്പിക്കുക ദുഷ്കരമാണ്. ശിരസിലെ അഗ്നികുണ്ഡം നിലത്ത് വീണുടയുകയോ തപസ് മുഴുമിപ്പിക്കാതെ എഴുന്നേറ്റ് പോകേണ്ടി വരികയോ ചെയ്താൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമാവും പൂജ ചെയ്യുക. ഇത് ആൾക്കത്രയേറെ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ. ഇല്ല തിരുമേനി, ശാരദാമ്മ ഈ പൂജ മുഴുമിപ്പിക്കുക തന്നെ ചെയ്യും. പൂജ ഫലം ചെയ്യുമോ എന്നതല്ല കുട്ടി എന്റെ ശങ്ക. പൂജ മുഴുമിപ്പിക്കാനായില്ലെങ്കിൽ ചെയ്യുന്ന ആളിന്റെ ജീവനും ഹാനിയാകും. ധർമ്മദേവനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്, സാക്ഷാൽ യമധർമ്മനെ. വാ പപ്പി. സത്യ, നല്ല വിശപ്പുണ്ട് സത്യ. നമ്മൾ ചെല്ലിനോടത്ത് മനുഷ്യരുണ്ടെങ്കിൽ അവിടെ ഭക്ഷണം ഉണ്ടാവും പപ്പി. എന്ത് പറ്റി? കാലെന്തോ കൊണ്ട് സത്യ. കാട്ടുമുള്ളായിരിക്കും പപ്പി. എവിടെ നോക്കട്ടെ. പപ്പിയുടെ കർച്ചിഫിങ് തന്നെ. എന്തിനാ സത്യ? നീങ്ങിത്താ. എന്താ സത്യ, എന്താ കൊണ്ടത്? അതൊരു മുള്ളു കൊണ്ടതാ പപ്പി. പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പപ്പി പേടിക്കും. അത് അപകടോ. പപ്പി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. വാ പപ്പി.
സമയമായിരിക്കും. ഇനി ഞാൻ പോവുക. അല്ല തിരുമേനി ഈ സമയത്ത് പോയാ? എനിക്കിവിടെ നിൽക്കാൻ അനുവാദമില്ല. ധർമ്മദേവന് മുന്നിലുള്ള പഞ്ചാഗ്നി പൂജ എന്നാൽ പൂജ ചെയ്യുന്നയാളും ധർമ്മദേവനും തമ്മിലുള്ള സന്ധിയില്ല സമരമാണ്. ഒട്ടും വിട്ടുകൊടുക്കുന്ന ആളല്ല ധർമ്മദേവനെന്നറിയാലോ. രണ്ടിലൊരാൾ തോറ്റല്ലേ പറ്റൂ. ധർമ്മദേവൻ തോൽക്കുക അസംഭവ്യമെന്ന് തന്നെ പറയാം. എന്നാൽ അങ്ങനെ ഉണ്ടായാൽ ആ അപമാനത്തിന്റെ തീ സാക്ഷിയായവരെയും ദഹിപ്പിച്ചു കളഞ്ഞെന്നിരിക്കും. അതുകൊണ്ട് അകന്നു നിൽക്കുന്നത് തന്നെയാ ഉത്തമം. കുട്ടിയോടും കൂടിയാ പറഞ്ഞത്. ആ, ഇവിടെ നിൽക്കണമോ വേണ്ടയോ എന്നുള്ളത് കുട്ടിയുടെ യുക്തി. നിൽക്കുകയാണെങ്കിൽ നല്ല മനക്കെട്ടി ഉണ്ടാവണം. ധർമ്മദേവന്റെ പരീക്ഷണത്തിനിടയിൽ മനസ്സിനെ ഉലയ്ക്കുന്ന പലതും ഉണ്ടാവും. വിഭ്രമിക്കുന്ന കാഴ്ചകളോ ശബ്ദങ്ങളോ ഒക്കെ. തപം ചെയ്യുന്ന ആളിൻ്റെ മനസ്സിനെ ഇളക്കാനാണ്. അത് കണ്ടും കേട്ടും സമനില പോകാൻ സാധ്യതയേറെയാണ്. പരീക്ഷണം തപസ് ചെയ്യുന്ന ആൾ മാത്രം നടത്തിയാൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. നടക്ക് പപ്പി. സത്യ, സത്യേ മോളെ, സത്യമോളെ, മോളെ പപ്പി, മോളെ സത്യമോളെ, സത്യമോളെ. സത്യമോളെ. വേഗം വാ പപ്പി. എന്താ പപ്പി? ഉറക്കം വരുന്നു സത്യേ. ഇല്ല പപ്പി, ഉറങ്ങരുത്. കുറച്ചു ദൂരം കൂടി നടന്നാ മതി. നമ്മളിത് ലക്ഷ്യത്തിലെത്താറായി. കമോൺ പപ്പി, നിന്നെ കൊണ്ട് പറ്റും. കുറച്ചു ദൂരം കൂടിയല്ലേ ഉള്ളൂ. വാ, കുറച്ചു ദൂരമേ ഉള്ളൂ. ഉറങ്ങിക്കളയല്ലേ പപ്പി. സത്യമോളെ, നിക്ക്. എന്താ? ആനയുണ്ടോന്നൊരു സംശയം. കാണുന്നതിന് മുൻപ് എങ്ങനെയാ ആന പരിസരത്തുണ്ടെന്ന് പറയുന്നേ? മണം പിടിച്ചാൽ അറിയാൻ പറ്റും. അതിന് മണമൊന്നും വരുന്നില്ലല്ലോ. കാട്ടിൽ പരിചയമുള്ളവർക്ക് ആ മണം തിരിച്ചറിയാനാവും. കുഴപ്പമില്ല മാഡം. മലമടക്കിൽ എവിടെയോ ആണ്. കാറ്റ് മണം പിടിച്ചോണ്ട് വന്നതാ. സത്യേ, സത്യമോളെ, മോളെ സത്യേ, സത്യമോളെ, സത്യേ. സത്യമോളെ, മോളെ. വാ പപ്പി. ഉറങ്ങല്ലേ പപ്പി. നമ്മളിത് ഇപ്പൊ എത്തും. അവിടെ വിളിച്ചുണ്ട്. അവിടെ ആരെങ്കിലും കാണും, നമ്മളെ സഹായിക്കും. വയ്യ സത്യേ. മോശം ആൾക്കാരൊന്നും ആവല്ലേ ദൈവമേ. ഹെൽപ്പ്, പ്ലീസ് ഹെൽപ്പ്, ഹെൽപ്പ്. സഹായിക്കണേ. ആരാ അത്? സഹായിക്കണേ ഗ്രാൻഡ്മ. മനുഷ്യ കുഞ്ഞുങ്ങളാണല്ലോ.
സഹായിക്കണേ പ്ലീസ്. ആരാ മക്കളെ നിങ്ങള്? പാതിരാത്രി ഈ കാട്ടിന്റെ നടുവിൽ എന്താ കാര്യം? ഞങ്ങൾ കുറച്ച് ദൂരത്തുനിന്നാ ഗ്രാൻഡ്മാ.